ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇത് ഈവനിങ് എടുത്തിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ രാവിലെയൊക്കെ നല്ല രീതിക്ക് മഴയുണ്ടായിരുന്നു, നല്ല തകർത്ത് മഴ പെയ്യുമായിരുന്നു. പക്ഷേ വൈകിട്ടായപ്പോഴത്തേക്കും നല്ല വെയിലും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം ആ വെയിൽ അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രീതിക്ക് വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടെയുള്ള എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു മരമാണ് റംബൂട്ടാനില്ലേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതെല്ലാം പൂത്ത് നിൽക്കുന്നു. ചിലയിടത്തൊക്കെ റംബൂട്ടാനൊക്കെ പൂത്ത് അത് കച്ചവടമൊക്കെ തുടങ്ങി, പലയിടത്തും അത് കടയിലൊക്കെ തുടങ്ങി. പക്ഷേ ഇവിടെ ഇതുവരെയായിട്ടും അത് പൂത്ത് വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കുറച്ച് വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചത്. എന്നാൽ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെയിലൊക്കെ കൊള്ളാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് കയ്യിലൊക്കെ നല്ല രീതിക്ക് വെയിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ മനസ്സിലിങ്ങനെ തോന്നിയതാണ് ജസ്റ്റ് ഒരു ഇങ്ങനെ വെയിലൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു ആ ഷാഡോ ഇല്ലേ, അപ്പോൾ അതിലിങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്ന നല്ല രസമാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കൈ വെച്ച് നോക്കിയപ്പോഴത്തേക്കിന് നമ്മുടെ ഈ സ്കെൽറ്റനൊക്കെ ഇല്ലേ, സ്കെൽറ്റൻ്റെ കൈ പോലെയൊക്കെയാണ് തോന്നുന്നുണ്ടായിരുന്നു ആ ഒരു ഷാഡോയിൽ നോക്കുമ്പോൾ. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊക്കെ കണ്ടിങ്ങനെ ആ ഒരു എന്താ പറയുക വെയിലൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. വൈകിട്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇവിടെ നിന്ന് ആ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ മരങ്ങളും പിന്നെ സ്കൈയൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷെ നമ്മളെപ്പോഴും അങ്ങനെ വന്നിരിക്കാറില്ല, ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും വന്ന സമയത്ത് ഇങ്ങനെ ആ വെയിലും അതുപോലെ മരങ്ങളും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കണ്ടോ, ആ സ്കൈ ഒക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇപ്പോൾ വീഡിയോയിൽ അത്രത്തോളം നമുക്ക് രസം വരത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനെൻ്റെ കയ്യിൽ നോക്കിയാണ് മറ്റേ ഓട്ടി ഇതെൻ്റെ ആ ഒരു മഷി ഇതുവരെയും പോയിട്ടില്ല കയ്യിൽ നിന്ന്. ഇത്ര നാളായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഉള്ളൂ പോകാത്ത, എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴത്തേനും കുറച്ച് ഗെയിം കളിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ഗെയിമൊന്നും കളിക്കുന്ന ആളല്ല, പിന്നെ വെറുതെ ഇരുന്ന് നല്ല ബോറടി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഗെയിം കളിക്കാമെന്ന്. അങ്ങനെ അതും ബോറടിച്ചു. അപ്പം പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കിനും ഇവിടെ പള്ളിയിലെ പാട്ട് കേൾക്കുന്നു. ക്രിസ്ത്യൻ പള്ളിയിലെ പാട്ട് കേൾക്കുന്നു. അപ്പം ഞാൻ ചർച്ചിൽ ഇപ്പോൾ പാട്ട് കേൾക്കാനായിട്ട് പ്രത്യേകിച്ച് പ്രോഗ്രാമും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ അതിലേക്ക് എന്തിപ്പോൾ പാട്ട് കേൾക്കുന്നേ, അപ്പോഴാണ് പിന്നെ മനസ്സിലായി നമ്മുടെ ആ ഒരു പാട്ട് കേൾക്കുന്ന ഡയറക്ഷൻ നമുക്ക് മനസ്സിലായി എവിടെ നിന്നാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവിടെ അടുത്തുള്ളൊരു ഫാദർ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 3 ദിവസമായി. അപ്പം അടക്കമായി, അതിൻ്റെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ്. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിനും സ്ഥിരമായിട്ട് ഞാൻ പാല് കാച്ചിയാണ് കുടിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് വെറൈറ്റിക്ക് ഞാൻ കുറച്ച് ഓട്സ് കാച്ചി കുടിക്കുന്നത്. അങ്ങനെ ഓട്സൊക്കെ കാച്ചി കുടിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോയി.